പട്ടാമ്പിപ്പുഴ. തോണികൾ ഹംസങ്ങളെപ്പോലെ നീന്തി നടക്കുന്ന പട്ടാമ്പിപ്പുഴ എന്ന് കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ച പഴയ പട്ടാമ്പിപ്പുഴയല്ല ഇത്. അന്ന് കുഞ്ഞിരാമൻ നായർ പറഞ്ഞു, പട്ടാമ്പിയിൽ ഇളം തെന്നലിന് സുഗന്ധമാണ്. പോയ രാത്രിയിലെ നിലാവ് പറ്റിത്തീരാത്തതുപോലെ പട്ടാമ്പി മണൽപ്പുറം സ്വർണ്ണമണിഞ്ഞു കിടക്കുന്നു. ആ കാഴ്ചകളൊക്കെ എങ്ങോ ദൂരെ പോയി മറന്നു. വെള്ളിയാങ്കല്ലിൽ റെഗുലേറ്റർ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഇത്ര പോലും വെള്ളം ഉണ്ടാകുമായിരുന്നില്ല. പഴയ പട്ടാമ്പിപ്പുഴയുടെ കരയിലാണ് പട്ടാമ്പി എന്ന ഒരു നഗരം രൂപപ്പെട്ടു വന്നത്. പട്ടാമ്പി നഗരം പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥിരാകേന്ദ്രമാണ്. പാലക്കാട് ജില്ലയെയും മലപ്പുറം ജില്ലയെയും തൃശൂർ ജില്ലയെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു പാതയാണ് പട്ടാമ്പി പാത. പട്ടാമ്പിയിൽ നിന്ന് പടിഞ്ഞാറേക്ക് പണ്ട് ഗതാഗത സൗകര്യം കുറവായിരുന്നു. ഇവിടെ ഒരു കടവുണ്ടായിരുന്നു. ഈ കടവ് കടന്നാണ് ആളുകൾ പടിഞ്ഞാറേക്ക് പോയിക്കൊണ്ടിരുന്നത്. പട്ടാമ്പിയിൽ ഒരു പാലം വരിക എന്നത് വളരെ പഴയ ഒരു സ്വപ്നമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്തുണ്ടായിരുന്ന സ്വപ്നം. അന്നു മുതൽ പലരും ശ്രമിച്ചു. നേരത്തെ പട്ടാമ്പി പാലം കൊടുമുണ്ടയിലാണ് ആലോചിച്ചിരുന്നത്. പുഴയ്ക്കും കരയ്ക്കും ഇടയിൽ വീതി കുറഞ്ഞ സ്ഥലം. കര ഒരു മുഴന്തുപോലെ പുഴയിലേക്ക് കയറി നിൽക്കുന്ന സ്ഥലം. പട്ടാമ്പി കൊപ്പം കഴിഞ്ഞിങ്ങോട്ട് തൃത്താലക്കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് തൃത്താലയിലേക്ക് ഒരു പാലം കെട്ടാൻ ആലോചനയുണ്ടായിരുന്നു. കൊടുമുണ്ട തൃത്താല പട്ടാമ്പി ഒരു വഴി അതുവഴി ഉണ്ടാകുമായിരുന്നു. പിന്നീട് EP ഗോപാലന്റെയൊക്കെ ഉത്സാഹത്തിലാണ് പട്ടാമ്പി പാലം ഈ നഗരത്തിനോട് ചേർന്ന് തന്നെ വന്നത്. പക്ഷെ അതിനു മുമ്പ് കുറ്റിപ്പുറം പാലത്തിന്റെ ജോലി തുടങ്ങി. കുറ്റിപ്പുറം പാലം 52-ൽ പൂർത്തിയായി. പക്ഷേ പട്ടാമ്പി പാലം പൂർത്തിയാകാൻ പിന്നെയും 1968 വരെ കാത്തിരിക്കേണ്ടി വന്നു. 1957-ൽ പട്ടാമ്പിക്കാരുടെ സ്വന്തം MLA ആയ EMS തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ അമരക്കാരനായി. EMSഉം EP ഗോപാലനും പട്ടാമ്പിയിൽ നിന്ന് വളർന്നവരായിരുന്നു. പട്ടാമ്പിയായിരുന്നു രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട നിയോജക മണ്ഡലം. രണ്ടുപേരും മാറി മാറി ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. EP ഗോപാലനും EMSഉം തമ്മിൽ പട്ടാമ്പിയിൽ നടന്ന വാശിയേറിയൊരു മത്സരം 1970-ലാണ് ഉണ്ടായത്. ആ മത്സരത്തിൽ അവസാനം ഇഞ്ചോടിഞ്ച് നടന്ന പോരാട്ടത്തിൽ അവസാനം 3000-ലധികം വോട്ടിന് EMS ജയിച്ചു. അതൊക്കെ തെരഞ്ഞെടുപ്പ് ഗോതയുടെ ചരിത്രം. പക്ഷേ EMSഉം EP ഗോപാലനും ഒരുപോലെ പട്ടാമ്പിക്ക് പ്രിയങ്കരായ നേതാക്കന്മാരാണ്. EP ഗോപാലന്റെ ഉത്സാഹത്തിലാണ് പട്ടാമ്പി പാലത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. EP ഗോപാലനും ASK രാമയ്യരും ജയകേരളം പിള്ളയും അസേനാർ വൈദ്യരുമൊക്കെ ചേർന്ന ഒരു കമ്മിറ്റിയാണ് പാലം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ഉത്സാഹങ്ങളൊക്കെ നടത്തിയത്. പാലമായിട്ടല്ല, ഒരു കോസ്വേ ആയിട്ടാണ് പട്ടാമ്പിയിൽ കിഴക്കോട്ട് ഒരു വിനിമയത്തിന്റെ പാലം ഉണ്ടായത്. ഈ കോസ്വേ പുഴ നിറഞ്ഞു കവിയുന്ന കാലങ്ങളിൽ കോസ്വേ കവിഞ്ഞൊഴുകിയിരുന്ന ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ പുഴയുടെ ജലവിധാനത്തിനൊപ്പമായിരുന്നു പട്ടാമ്പി കോസ്വേയുടെ സ്ഥിതി. ഉയരം കാലുകൾ കെട്ടിപ്പൊക്കി ഉയർത്തിയ വലിയ പാലമല്ല. ഈ കോസ്വേ കവിഞ്ഞ് പുഴ എത്രയോ തവണ കുതിച്ചൊഴുകിപ്പോയ കാലങ്ങളുണ്ട്. അപ്പോൾ ഗതാഗതം നിലയ്ക്കും. പാലത്തിന് മുകളിലൂടെ പുഴ ഒഴുകിപ്പോകും. സമീപകാലത്ത് 2-3 വർഷം മുമ്പ് ഒരു നിറഞ്ഞ ഇടവപ്പാതിയിൽ തിരിമുറിയാതെ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കോസ്വേ കവിഞ്ഞ് പുഴ ഒഴുകിയ ഒരു ദൃശ്യം ആധുനിക പട്ടാമ്പിക്കാർക്ക് കാണാൻ ഭാഗ്യമുണ്ടായി. അങ്ങനെ പട്ടാമ്പിയെ പടിഞ്ഞാറുമായി ബന്ധിപ്പിച്ച ഈ പാലമാണ് പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഗതാഗത വിനിമയ കേന്ദ്രമാക്കി പട്ടാമ്പിയെ മാറ്റിയത്. ഒരു നൂറ്റാണ്ടിലേറെ കാലമായി ഇതിലൂടെ തീവണ്ടിപ്പാത കടന്നു പോകുന്നുണ്ടെങ്കിലും പട്ടാമ്പി ഒരു കാലത്തും ഒരു സുപ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നില്ല. പകരം സംസ്കാര വിനിമയങ്ങളുടെയും സാഹിത്യത്തിന്റെയും മാനവികതയുടെയും നിളാതീരത്തെ സുപ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് പട്ടാമ്പി. പട്ടാമ്പി എന്ന് റെയിൽ പോർട്ടർ വിളിച്ചു പറയാൻ തുടങ്ങുമ്പോൾ തന്നെ
മനസ്സിൽ കവിത നിറയും എന്ന് കുഞ്ഞിരാമൻ നായർ പറഞ്ഞിട്ടുണ്ട്. പുന്നശ്ശേരി ഗുരുനാഥന്റെ കാലം മുതൽ തന്നെ പട്ടാമ്പി കവികളുടെയും സാഹിത്യാസ്വാദകരുടെയും സംവാദ മണ്ഡലമാണ്. പുന്നശ്ശേരി ഗുരുനാഥന്റെ ഗുരുകുലത്തിലും സമഭാവനിയുടെ ആഫീസിലും ധാരാളം എഴുത്തുകാർ ഒത്തുചേർന്നു. അവർ ലോകത്തുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച്, സാഹിത്യ ചരിത്രങ്ങളെക്കുറിച്ച്, കവിതയെക്കുറിച്ച്, കവിതയിലൂടെ മനുഷ്യൻ നവീകരിക്കപ്പെടേണ്ടതിനെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച്, പുതുമാനവ പ്രതീക്ഷകളെക്കുറിച്ച് ചർച്ച നടത്തി. അങ്ങനെ വള്ളത്തോൾ പക്ഷപാതികളായിരുന്ന കാൽപ്പനിക കവികളുടെ ആസ്ഥാനമായും പട്ടാമ്പി അറിയപ്പെട്ടു. ചെറുളിയിൽ കുഞ്ഞുണ്ണി നമ്പീശൻ, വിദ്വാൻ CS നായർ, കുറുവാന്തുടി ശങ്കരനെഴുത്തച്ഛൻ തുടങ്ങിയവരൊക്കെ ഈ വള്ളത്തോൾ പക്ഷപാതികളായ കാൽപ്പനിക കവികളുടെ സംഘത്തിൽപ്പെട്ടവരായിരുന്നു. ഗുരുനാഥൻ അന്വേഷിച്ചു വന്നവർ മാത്രമല്ല, പട്ടാമ്പി പരിസരത്തെ കാവ്യവിശുദ്ധിയിലേക്ക്, കാവ്യ സൗരഭത്തിലേക്ക് കേരളത്തിന്റെ നാനാഭാഗത്തുനിന്ന് എഴുത്തുകാർ വന്നു. അതുവഴി ഒരു പുതുമാനവികതയും പട്ടാമ്പി സ്വായത്തമാക്കി. ഇപ്പോഴും ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം, പട്ടാമ്പി നഗരത്തിൽ പള്ളിമിനാരങ്ങൾ തലയുയർത്തി നിൽക്കുന്നു, ക്ഷേത്ര ഗോപുരങ്ങളും തലയുയർത്തി നിൽക്കുന്നു. ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ പേരിൽ ഉള്ള പട്ടാമ്പി നേർച്ച ലോകപ്രസിദ്ധമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഹൈന്ദവ മാതൃകയിൽ, ഹൈന്ദവ ക്ഷേത്ര ഉത്സവങ്ങളുടെ മാതൃകയിൽ തന്നെ 80, 90, 100 ആനകളെ അണിനിരത്തി പഞ്ചവാദ്യവും തായമ്പകയുമായിട്ടാണ് പട്ടാമ്പി നേർച്ച ആഘോഷിക്കപ്പെടുക. ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയത്തങ്ങൾ മഹാനായ ഒരു സൂഫി സന്യാസിയായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തെ ആരാധിച്ചവർ, അദ്ദേഹത്തിന്റെ വിശുദ്ധി തിരിച്ചറിഞ്ഞവർ, കേട്ടറിഞ്ഞവർ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരാറുണ്ട്. അവരുടെ കൂടി ഒത്തുചേരലാണ് പട്ടാമ്പി നേർച്ച. ശുഹദാക്കളും ഔലിയാക്കളുമായ ആളുകളെ ആദരിക്കുന്ന ഒരു മഹത്തായ സംസ്കാരം പട്ടാമ്പി നേർച്ച പോലുള്ള ഉത്സവങ്ങൾ വിളംബരം ചെയ്യുന്നുണ്ട്. പട്ടാമ്പി നഗരം മുഴുവൻ വർണ്ണാഭമാകും നേർച്ചയ്ക്ക്. എവിടെ നിന്നൊക്കെയാണ് ആളുകൾ നഗരത്തിലേക്ക് ഒഴുകി വരിക എന്നറിയില്ല. ഈ നഗരം മുഴുവൻ ഉത്സവഭരിതമാകും. ദീപ വിധാനങ്ങൾ കൊണ്ട് നിരന്തരം നവീകരിക്കപ്പെട്ടൊരു നഗരമായിട്ട് ഈ സ്ഥലം മാറിത്തീരും. അതുപോലെ തന്നെയാണ് പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവവും. രണ്ടും പട്ടാമ്പി നഗരം ഒരുപോലെയാണ് ഏറ്റുവാങ്ങുന്നത്. പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തെക്കാൾ എത്രയോ പഴക്കമേറിയതാണ് കൈത്തളിയിൽ മഹാദേവ ക്ഷേത്രം. പുരാവസ്തു വകുപ്പ് ആ ക്ഷേത്രം ഗവേഷണത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ഇന്ത്യയിലെ പഴയ ആത്മീയ കേന്ദ്രങ്ങളുടെ, ക്ഷേത്ര കേന്ദ്രങ്ങളുടെ ഗണത്തിലാണ് കൈത്തളിയിൽ മഹാദേവ ക്ഷേത്രം ഉൾപ്പെടുന്നത്. പട്ടാമ്പി ഗുരുവായൂരപ്പനും കൈത്തളിയിൽ മഹാദേവനും അള്ളാഹുവും ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളും ഉൾച്ചേർന്ന ഒരു ആത്മീയതയാണ് പട്ടാമ്പി നഗരത്തിന്റേത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിലും പട്ടാമ്പി നേർച്ചയിലും ഒരേ മനസ്സോടുകൂടിയാണ് പട്ടാമ്പിക്കാർ പങ്കെടുക്കുന്നത്. ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, ലിംഗഭേദമില്ല, ദരിദ്ര സമ്പന്ന ഭേദമില്ല. മനുഷ്യരായ മനുഷ്യരൊക്കെ വള്ളുവനാടിന്റെ ഒരു മഹാസംസ്കൃതി ഏറ്റുവാങ്ങിക്കൊണ്ട് പട്ടാമ്പിയിൽ നനച്ചു വളർത്തിയത്, നദീതീരത്ത് നനച്ചു വളർത്തിയത് ഒരു മഹത്തായ മാനവ പൈതൃകമാണ്. അതുകൊണ്ട് തന്നെ വാണിജ്യ കേന്ദ്രമായി വികസിച്ചില്ലെങ്കിലും ഒരു സാംസ്കാരിക കേന്ദ്രമായി ഇന്നും പട്ടാമ്പിക്ക് കേരളത്തിന്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. പട്ടാമ്പിപ്പുഴപാടും പാട്ടും കേട്ട് ഏറ്റവും പുതിയ കാലത്തെ കവി PP രാമചന്ദ്രൻ പോലും പട്ടാമ്പിപ്പുഴ മണലിൽ എന്ന കവിത എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ കാറ്റുകളൊക്കെ മലിനമായെങ്കിലും പട്ടാമ്പി നഗരം ഒഴുക്കിവിടുന്ന മാലിന്യങ്ങൾ കൊണ്ട് ഈ നദി പോലും മാലിന്യത്തിൽ മുങ്ങി മരിച്ചു പോവുകയാണെങ്കിലും പട്ടാമ്പി ഒരു പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. നിലാതീരത്ത് വളർന്നു വികാസം പ്രാപിച്ച ഒട്ടുമിക്ക നഗരങ്ങളും ചെയ്തത് ആ നഗര മാലിന്യങ്ങളെ നദിയിലേക്ക് തള്ളിവിടുകയാണ്. ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, പട്ടാമ്പി ബസ് സ്റ്റാൻഡ് നദിയുടെ തൊട്ടടുത്താണ്. ബസ് സ്റ്റാൻഡും ടോയ്ലറ്റുകളും മറ്റ് നഗരമാലിന്യങ്ങളും കുറേശ്ശെയായി നദിയിലേക്കാണ് വരുന്നത്. വെള്ളമില്ലാത്ത കാലത്ത് മാലിന്യങ്ങൾ മാത്രം നിറഞ്ഞ ചാലായിരുന്നു ഇത്. ഇപ്പോൾ വെള്ളിയാങ്കല്ലിൽ ഒരു റെഗുലേറ്റർ വന്നതുകൊണ്ട് ഈ പുഴയിൽ വെള്ളമുണ്ട്. പക്ഷേ ഈ നഗരം ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളെ മുഴുവൻ തള്ളി ഒഴുക്കി കൊണ്ടുപോകാൻ ഈ നദിക്ക് കഴിയുകയില്ല. നദികൾ 2 പ്രധാനപ്പെട്ട പ്രകൃതി ദൌത്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഒന്ന്, നദികൾ മാലിന്യങ്ങളെ മുഴുവൻ കഴുകിക്കൊണ്ടുപോയി. മറ്റൊന്ന്, നദികൾ പ്രകൃതി സിദ്ധമായ ജലവിതരണ സംക്രമണ വ്യവസ്ഥയായി പ്രവർത്തിച്ചു. അങ്ങനെയാണ് ഒരു കാലത്ത് 44 നദികൾ കേരളത്തിൽ ശുദ്ധജലം എത്തിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിന്റെ മാലിന്യങ്ങളെ മുഴുവൻ കഴുകിക്കൊണ്ടുപോവുകയും ചെയ്തത്. പക്ഷെ ദൌർഭാഗ്യവശാൽ നദികളെക്കുറിച്ചുള്ള കരുതൽ
മലയാളിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയ ആധുനിക കാലം മുതൽ ഈ നഗരങ്ങളൊക്കെ നദിയെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ്. മനുഷ്യന്റെ മാലിന്യങ്ങൾ തള്ളിവിടാനുള്ള ഓടച്ചാലായി ഒരു നദി മാറിത്തീരുന്ന ദുരന്തം തന്നെയാണ് പട്ടാമ്പി എന്ന മാനവ സംസ്കാരത്തിന്റെ കേന്ദ്രമായ സ്ഥലത്ത് നിൽക്കുമ്പോഴും എന്നെ വേട്ടയാടുന്നത്. ഇവിടെ എന്നാണ് നദികൾ ശുദ്ധജല പ്രവാഹങ്ങളായി മനുഷ്യന്റെ എല്ലാ പാപങ്ങളെയും മനുഷ്യന്റെ എല്ലാ ദുഷ്ടതകളെയും മനുഷ്യന്റെ എല്ലാ കെടുതികളെയും മായ്ച്ചു കളയുന്ന പുണ്യാഹ പ്രവാഹങ്ങളായി മാറിത്തീരുക എന്ന ഇച്ഛാപൂർണമായ ഒരു പ്രാർത്ഥന മാത്രമാകുന്നു ബാക്കി.